താമരശ്ശേരിയിൽ ഒരു വിദ്യാർത്ഥി അവൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെടും. ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ക്രിമിനൽസ്, ഒരു കുട്ടികളൊന്നും നമ്മൾ വിളിക്കേണ്ടതില്ല, ക്രിമിനൽസ്. ആ ക്രിമിനൽസിന്റെ ഒരു കേസ് കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ കോടതി അതിവിശാലമായ മനുഷ്യാവകാശത്തെ പറ്റി പറഞ്ഞിട്ട് ആ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പരീക്ഷ എഴുതാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരുത്തൻ്റെ കൂടെ പഠിക്കുന്ന ഒരുത്തൻ്റെ സഹപാഠിയായി തോന്നാതെ, സഹോദരനായി തോന്നാതെ, അവൻ്റെ കണ്ണിൽ എനിക്ക് ആഴത്തിൽ ഇടിക്കാൻ പറ്റിയില്ല എന്ന കുറ്റബോധത്തോടു കൂടി ഇരിക്കുന്ന എൻ്റെ ആ പഞ്ചിൽ അവൻ്റെ തലയോട്ടി തകർന്നിട്ടുണ്ടാകുമെന്ന ആത്മഹർഷത്തോടു കൂടി വീമ്പ് പറയുന്ന, എൻ്റെ ഒറ്റയിടിയിലാണ് അവൻ ആദ്യം വീണത് എന്ന് ചർച്ചയിൽ ഞാൻ നന്നായി സ്കോർ ചെയ്തു എന്ന് പറയുന്ന, ഇതൊന്നും കുഴപ്പമില്ല, നമ്മുടെ പ്രായത്തിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും, നമ്മുടെ പരീക്ഷയെ ബാധിക്കില്ല എന്ന് പറയുന്ന കൊടും കുറ്റവാളികൾ, ആ കുറ്റവാളികളെ പിന്നെയും കോടതി എന്താ പറയുന്നത്? മനുഷ്യാവകാശത്തിന്റെ പരിധി എടുത്തിട്ട് പരീക്ഷ എഴുതാൻ പറയുകയാണ്. വളരെ സ്വാഭാവികമായിട്ട് ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ വരെ കഴിയുന്ന സാഹചര്യമാണ് എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ആ കൊല ചെയ്യപ്പെട്ട പയ്യനുമില്ലേ മനുഷ്യാവകാശം? ഇപ്പൊ വെഞ്ഞാറമൂട്ടിൽ കൊന്നവൻ, അവൻ ഏത് തരത്തിലാണ് മനുഷ്യാവകാശം അർഹിക്കുന്നത്? അവൻ്റെ അനിയനെ, അവൻ്റെ കൂടെ എപ്പോഴും, അവൻ്റെ നാട്ടുകാർ പറയുന്ന വീട്ടിൽ അവൻ്റെ കൂടെ എപ്പോഴും കളിച്ച് ചിരിച്ച് അവനോട് എപ്പോഴും വണ്ടി കയറി നടക്കുന്ന അവൻ്റെ അനിയനെ അവന് കൊല്ലാൻ തോന്നുന്നൊരു മാനസികാവസ്ഥയില്ലേ? അതിനപ്പുറം ഈ ഏതെങ്കിലും ഒരു തീവ്രവാദി പോലും പരിചയമില്ലാത്ത ആരെയൊക്കെയല്ലേ കൊല്ലുന്നത്? അവൻ്റെ അനിയനെ കൊല്ലാൻ പോലും മനസാന്നിധ്യമുള്ള ഒരു കൊടും കുറ്റവാളി അവൻ എന്ത് മനുഷ്യാവകാശം അറിയിക്കുന്നത്?